എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത സ്ഥലത്ത് എത്തുന്ന നേതാക്കൾക്ക് രണ്ട് കാര്യങ്ങളിൽ വഴികാട്ടിയായിരിക്കുകയാണ്. സാധാരണ നമുക്കറിയാം, നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ടേ നടക്കൂ, പാൻറ്റ് ധരിച്ചില്ലെങ്കിലും. അത് മാടിക്കൂത്ത്. ഇപ്പം നമ്മുടെ കേരളമാണെങ്കിൽ മിക്കവാറും ആ ഒരു 3-4 മാസം മഴക്കാല നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. പലപ്പോഴും ഈ ദുരന്തങ്ങൾ ഈ മഴക്കാലത്താണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ മുണ്ടൊക്കെ നിവർത്തി പിടിച്ചിട്ടോ അല്ലെങ്കിൽ അല്പം ഒന്ന് പൊക്കി പിടിച്ചിട്ടൊക്കെ നമ്മുടെ നേതാക്കന്മാരെ സഞ്ചരിക്കുന്നത് കാണാം. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, ഒരു ആൾ നടക്കുമ്പോൾ, ഒരു നേതാവ് നടക്കുമ്പോൾ വേറൊരു അനുയായിയോ അല്ലെങ്കിൽ ഒരു പോലീസുകാരനോ അദ്ദേഹത്തിന് കുട ചൂടി കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ നമ്മുടെ വയനാട് ദുരന്തത്തിൽ പോയിട്ട് അവിടെ മാറ്റം വരുത്തി വച്ചിരിക്കുകയാണ്. അദ്ദേഹം മുണ്ട് വളച്ച് കുത്തിയിട്ടാണ് ഈ പരിപാടിയിൽ ഇതിന് പങ്കെടുത്തത്. അതിൻ്റെ പിറകെത്തിയ പഴയ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹവും മുണ്ടൊക്കെ മടക്കി കുത്താൻ തയ്യാറായി. എങ്കിലും ഈ നേതാക്കന്മാർക്ക് കുട ചൂടി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്തോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തോ ഉള്ളതൊക്കെ തന്നെയാണ്. ഇതിനും ഒരു മാറ്റം കൊണ്ടുവരണമെന്നും സതീശൻ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം ഈ നമ്മുടെ ഈ വയനാട് ദുരന്തം അദ്ദേഹം സന്ദർശിക്കാൻ പോയ സമയത്ത് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. കുട ചൂടുന്നതിന് അദ്ദേഹം വിലക്കുക തന്നെ ചെയ്തു. മാത്രമല്ല, അദ്ദേഹം അതിന് തയ്യാറെടുത്തിട്ടാണ് പോയത്. ഒരു 100 രൂപയുടെ ഒരു ഓവർകോട്ട് വാങ്ങി തലയിൽ കൂടെ ധരിച്ച് മുണ്ടതിന് ഉള്ളിൽ തന്നെ മടക്കി കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇത് കുറേ ആളുകൾ ഇപ്പം തന്നെ അതിപ്പം നമ്മുടെ മന്ത്രി സിദ്ദിഖും ഉടനെ തന്നെ ഈ ഒരു 100 രൂപയുടെ കോട്ട് വാങ്ങിയിട്ടത് കാണാം. അപ്പോൾ ഇത് നമ്മൾക്ക് അതെന്താ വെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് ഒരു ഷോ കാണിക്കുന്നത് ഒഴിവാക്കുക, ജനങ്ങളായിട്ട് കൂടി ചേർന്ന് നിൽക്കുക. അദ്ദേഹം നൽകുന്ന സന്ദേശം.